ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. നല്ല കാറ്റടിച്ചിരുന്നു. 2 വാഴ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞാടി. ഒന്നിങ്ങനെ കൊലച്ച് വരുന്നുള്ളതിനു, ഒന്ന് കൊലച്ച് ഏകദേശം പകുതി മൂപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ വെട്ടി മാറ്റി. അപ്പം ഇനി നമുക്കിന്ന് മീൻ കിട്ടിയിനി. മീനിൻ്റെ പേരൊന്നും ചോദിച്ചാൽ അറിയില്ല. മീൻ എന്തൊരു മീനൊക്കെയാണാവോ. അത് കുറേ ഞാൻ ആദ്യം തൊലി പൊളിച്ചിട്ട് കരുതി. പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ ചെറുക്കളീന മാതിരി നോക്കി നോക്കുമ്പോൾ ഒരു കട്ടിയില്ല തോല്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ സൈഡൊക്കെ മാന്തി പൊളിച്ച് എങ്ങനെയൊക്കെയോ തൊലി തന്നെ കളഞ്ഞു കേട്ടോ. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും തൊലി കളഞ്ഞപ്പോൾ നല്ല മീനായി കിട്ടിട്ടോ. കണ്ടോ, നല്ല അതിൻ്റെ ഈ അരികു ഭാഗം ഒന്നിങ്ങനെ ചെറിയ കത്തി വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ വേഗം പോന്നു. ഇന്നത്തെ മീൻ ഈ മീനാണ്. ഈ മീനോട് കുറച്ച് കറിയും പിന്നെ കുറച്ച് മീൻ പൊരിച്ചും ചെയ്തു. പിന്നെ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വെച്ച അവിയലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ ഉള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പം ഈ മീന് നമ്മൾ തേങ്ങ വറുത്തരച്ചങ്ങാണ്ടൊക്കെ ആയിട്ട് വെച്ചിക്കണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. മീനൊക്കെ മുറിച്ചു. ഇനി അത് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മളിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തുക്കണം കേട്ടോ. നമുക്ക് ഇതൊക്കെ വേണ്ട, കാരണം ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും ഒരു കുട്ടിയുണ്ട്. കുട്ടി നേരമ്പോഴത്തെ സ്കൂളിൽ പോയാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കുമല്ലേ. അപ്പം കുറച്ചേ എടുക്കണുള്ളൂ. കുറച്ച് ഞാൻ ഇതിന് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇതിന്ന് ഞാൻ കുറച്ച് കറിയും ഒരു 4 കഷ്ണം പൊരിച്ചും ചെയ്തു കേട്ടോ. പിന്നെ ഒന്ന് വാങ്ങിയതാണിത് കേട്ടോ. തക്കാളിക്കൊന്നും വിലയില്ല ഇപ്പോൾ. പിന്നെ മുരിങ്ങാക്കായാണ്. മുരിങ്ങാക്കായൊന്നും ഇന്ന് വെക്കണില്ല, നാളെ. അപ്പം ഇതിന്ന് ഒരു തക്കാളിയും 2 പച്ചമുളകും നമുക്ക് ഇന്നത്തെ കറിക്ക് മാറ്റിയേക്കാം. അപ്പോൾ തേങ്ങ ചിരകി അതിക്ക് ഞാൻ 2 ചെറിയ പോണ വെളുത്തുള്ളിയും 2 ചെറിയുള്ളി, വലിയ ജീരകം, പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം, കറിവേപ്പില, അതൊക്കെ പാടിട്ടുങ്ങാണ് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉലുവ, കുരുമുളക് ഒക്കെ ഇട്ടിക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയും കൂട്ടിങ്ങാണ് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അതിക്ക് ഞാൻ ചെറിയൊരു കഷ്ണം പുളി കുരുമില്ലാത്ത പുളിയാണ്, അതുകൊണ്ട് ഇതിൽ തന്നെ കൂട്ടി അരക്കാം കേട്ടോ. നല്ല പുളിയാണ്. അപ്പം അങ്ങനെ എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും മഴ തന്നെയല്ലേ. എവിടെയൊക്കെയോ ഉരുൾ പൊട്ടിയിരിക്കണ്. കുറേ ഇനി അങ്ങനെ അപകടങ്ങളേക്കാരം. ഈ മഴക്കാലം വന്നാൽ പിന്നെ അങ്ങനെ കുറേ. അടച്ചോൻ കാക്കട്ടെ. നല്ല കാറ്റും ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു കാറ്റൊക്കെ. നിലമ്പൂർ ഭാഗമൊക്കെ കുറേ ഉരുൾ പൊട്ടി കുറേ എന്തൊക്കെയോ ആണ് എന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. അപ്പം ഇതാ തേങ്ങൻ്റെ എല്ലാം പിന്നെ ഇതും വറവ് ഏകദേശം ആയപ്പോൾ അതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും ഇടുന്നില്ല, കുറച്ച്. അത്യാവശ്യം നല്ല എരിയുണ്ട് കേട്ടോ ഈ മുളകിന്. അപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയിട്ടാണ് അരക്കണത്. അപ്പോൾ ഇതാ തക്കാളി ഒരു പച്ചമുളകൊക്കെ ഇങ്ങനെ കീറി ചട്ടിയിലിട്ടിക്കണമെങ്കിൽ നമുക്ക് അതിക്ക് ഇത് ഇതാക്കിയാണൊന്ന് നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്താക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇളക്കി ഞാനിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. നല്ലോണം ഇളക്കിയാണ്ട് ഉപ്പിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. നല്ലോണം തിളച്ചിട്ട് ഇട്ട് കൊടുക്കാം മീൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണില്ല ആരും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ തരിക കേട്ടോ.
പിന്നെ അതാ ഇന്ന് രാവിലെ ഉണ്ടാക്കി പറഞ്ഞില്ലേ, അവിയലാണിത്. പിന്നെ അവിയലും മീൻ പൊരിച്ചതും 2 പപ്പടവും പൊരിച്ചു, മീൻ കറി മതിയല്ലോ എമ്പാടും. അങ്ങനെ അത് വെന്തു കേട്ടോ. അതും പിന്നെ ഇതിക്ക് ഇനിയിപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞപ്പോൾ മീനും ഇട്ട് കൊടുത്തു കേട്ടോ. ഈ മീനും കൂടി അതിൽ കടന്ന് നല്ലോണം തിളച്ച് വെന്ത് പിന്നെ വെള്ളമൊക്കെ ഒന്ന് താന്ന് കുറുകി വരട്ടി. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പപ്പടം പൊരിച്ച് ഇതിൽ ഈ ചട്ടിയിൽ തന്നെ പൊരിച്ച മീൻ എതിക്കുക കേട്ടോ. പിന്നെ വേറെ എണ്ണയൊന്നും എടുക്കണ്ടല്ലോ, ഞാൻ അങ്ങനെ തന്നെ കാട്ടൽ. അപ്പം 2 പപ്പടം പൊരിച്ചിട്ട് ഇന്ന് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. നേരം വെളുത്തപ്പോൾ മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ വൈകുന്നേരം വരെ പെയ്തിട്ടില്ല. കുറച്ച് ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചു. ഇനി നമുക്ക് ആ ചട്ടിക്ക് തന്നെ നമ്മൾ കായം കൂട്ടി വെച്ച മസാലയൊക്കെ പുരട്ടി വെച്ച മീനാണ് ഇട്ട് കൊടുക്കുക. നമുക്ക് മീനും കൂടി പൊരിച്ചിട്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണിയാണ്ട് ഒരുങ്ങുമല്ലോ. കുറച്ച് മീൻ തന്നെ ഉള്ളൂ പൊരിച്ചണം. ഉച്ചക്ക് തിന്നണ തീറ്റ തന്നെ ഉള്ളൂ. രാത്രിയൊന്നും പിന്നെ അങ്ങനെ വേണ്ട ആർക്കും എല്ലാം കൂടിയൊന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നുള്ളൂ. ഉച്ചക്ക് പിന്നെ ഞാനൊക്കെ തിന്നുമ്പോൾ നല്ലോണം വിശപ്പ് ചെന്നിട്ടുണ്ട്. എന്നൊക്കെ നല്ല ഒരുപാട് പണി ഉണ്ടായിരുന്നു. അങ്ങനെ പണി തിരക്കുമായിട്ട് 2-2:30 ഒക്കെ ആയിക്കണ് ചോറ് തിന്നപ്പോഴും. അപ്പോൾ പിന്നെ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നല്ലോണം വിശന്നീനും. ഉച്ചക്ക് നല്ലോണം തിന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി വേണ്ടി വരില്ല. ഇതാ ചാറ് ഒന്നും കൂടി കുറുകി വരട്ടെ കേട്ടോ. അത് വെന്ത് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അത് മീനായി. ഞാൻ ഉച്ചക്ക് ചോറ് തിന്നാ കേട്ടോ. ഇനി ചോറും തിന്നാ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.